നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛൻ നിരപരാധിയാ. അച്ഛന്റെ നിരപരാധിത്വം അച്ഛൻ കോടതിയിൽ തെളിയിക്കും. കോടതി എന്നെ വെറുതെ വിടും. ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് വരും. മോളൊറ്റയ്ക്കാണ് വന്നത്, അതോ മോളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നതാണോ? ഞാൻ മറ്റൊരാളോടൊപ്പം വന്നത്. ആ ആളെ അച്ഛനറിയും. അച്ഛന് വലിയ ഇഷ്ടമുള്ള ഒരാളാ. കണ്ടില്ലേ അച്ഛന്റെ മനസ്സിലെ ശ്രീകോവിലിലെ പ്രതിഷ്ഠ. ജീവനുള്ള പ്രതിഷ്ഠ. ദേവി എന്ന് അച്ഛൻ പറയും. ഏത് തരം ദേവിയാണെന്ന് ഏതെങ്കിലും ദൈവത്തിനോട് തന്നെ ചോദിക്കണം. എന്റെ മോളെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചതിന് ദേവിയോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ അച്ഛനെ കാണാൻ തന്നെയാ വന്നത്. പക്ഷെ ആ കൂട്ടത്തില് എനിക്ക് അച്ഛനോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കതിനുള്ള മറുപടി കിട്ടണം. എന്താ മോളെ? ഒരു മകൾക്ക് അച്ഛനോട് ചോദിക്കാവുന്നതിന്റെ അപ്പുറത്തെ ചോദ്യമാ. പക്ഷെ എനിക്കത് ചോദിച്ചേ പറ്റൂ. എന്റെ അമ്മയ്ക്ക് മാത്രം കിട്ടേണ്ട സ്നേഹം അച്ഛൻ ഇവർക്കും കൂടി പങ്കിട്ട് കൊടുത്തതുകൊണ്ടല്ലേ എന്റെ അമ്മ ആത്മഹത്യ ചെയ്തത്? എത്ര സന്തോഷകരമായിരുന്നു അച്ഛ നമ്മുടെ ജീവിതം. ഒരു സ്വർഗമായിരുന്നു നമ്മുടെ ജീവിതം. അതിനിടയ്ക്ക് എന്തിനായിരുന്നു അച്ഛ ഇവരെ കൂടി ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുവന്നത്? പലതും നിന്റെ തെറ്റായ ധാരണകൾ. നീ കരുതുന്ന ഒന്നും അല്ല സത്യങ്ങൾ. സത്യങ്ങൾ ഞാൻ നേരെ കാണുന്നില്ല അച്ഛ. എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടതിന് കാരണക്കാരി ഈ നിൽക്കുന്ന സ്ത്രീയാ. പക്ഷെ ഇവരെക്കാൾ കുറ്റക്കാരൻ എന്റെ അച്ഛനാ. മീനാക്ഷി, അച്ഛനാ ഇവരെ സ്വന്തം ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ട് വന്നത്. ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അച്ഛനായിരുന്നു എന്റെ ലോകം. പക്ഷെ ഇപ്പോ ഞാൻ അച്ഛനെ വെറുക്കുന്നു. എനിക്ക് അച്ഛനെ കാണണ്ട, ഒരിക്കലും കാണണ്ട. മോളെ, നിന്നോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുന്നു. നീ അവളെ ശപിക്കരുത് ദേവി. സത്യം അവൾക്കറിയില്ല. മഹാപാപങ്ങൾ ചെയ്തത് ഞാനാ. നിന്നോട്, എന്റെ ദേവിയോട്. ദൈവത്തോട് തെറ്റ് ചെയ്താൽ ദൈവം ക്ഷമിച്ചാലും ചരാചരങ്ങൾ ക്ഷമിക്കില്ല. വനാന്തരങ്ങളിൽ അലഞ്ഞാലും എത്ര പുണ്യനദികളിൽ മുങ്ങി കുളിച്ചാലും നിന്നോട് ഞാൻ ചെയ്ത പാപത്തിന് മുക്തിയില്ല. അതെന്നെയും കൊണ്ടേ പോവൂ. ചേട്ടാ, എനിക്കൊരപേക്ഷ നിന്നോടുള്ളൂ. നീ
അവളെ വെറുക്കരുത്, ഉപേക്ഷിക്കരുത്. നിങ്ങൾ ചെയ്തതിന്റെയൊക്കെ കൂലി ഇൻട്രസ്റ്റോടെ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദേ കാത്തു നിൽക്കുന്നതുണ്ടോ? മടയിൽ നിന്നിറങ്ങിയ വിശപ്പുള്ള കടുവയെ പോലെ. അതെന്റെ അമ്മയല്ലേ, എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. നീ അതിൽ വിഷമിക്കണ്ട. ഓ ആയിക്കോട്ടെ, ചെന്ന് മേടിച്ച് കെട്ട്. വരട്ടെ. ഈ വീട്ടിനകത്തേക്ക് കയറണമെങ്കിൽ നീ എവിടെ പോയിരുന്നു എന്ന് പറയണം. പറയേ, നീ ഇതാ അവിടെ നിൽക്കുന്നവളെ കൂട്ടി എവിടെ പോയിരുന്നു? അവളുടെ ഒരു നോട്ടം കണ്ടില്ലേ? പരമശിവൻ തൃക്കണ്ണ് തുറക്കുന്നത് പോലെ. ഓ, നമ്മളെയൊക്കെ ദഹിപ്പിച്ചു കളയുമല്ലോ. അവള് നമ്മളെല്ലാരും വിഴുങ്ങിക്കളയും. ഇവര് ചെമ്പകമംഗലത്തെ ഗുണ്ടകളാണോ? വടിവാള് സാവിത്രിയും ഇടിവെട്ട് മാലതിയും. നന്ദിനി, നിന്നോടാ ചോദിച്ചത്. നീ എന്നോടൊന്നും പറയാതെ ഇവളെയും കൂട്ടി എങ്ങോട്ടാ പോയതെന്ന്. അമ്മയോട് നുണ പറഞ്ഞു മടുത്തു. ഇനി വയ്യ, എല്ലാം തുറന്നു പറഞ്ഞേക്കാം. ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിന്റെ നാവ് വരണ്ടു പോയോ? കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ് അമ്മ ഈ സ്ത്രീ. ഇവര് നേര് പറയില്ല. നന്ദിനി പറയും, പറഞ്ഞേ പറ്റൂ. ഇവർക്ക് മുത്തശ്ശിയെ പേടിയാ. ഇവര് പറയില്ല സത്യം. സത്യം ഞാൻ പറയാം. LLB ഇല്ലാത്ത നിന്റെ വക്കാലത്ത് തൽക്കാലം ഇവിടെ എടുക്കുന്നില്ല. എങ്കിൽ നീ പറയേ, ഇവള് നിന്നെ കൂട്ടി എങ്ങോട്ട് പോയിരുന്നു? എന്റെ അച്ഛൻ ജയരാമനെ കാണാനാണ് ജയിലിൽ പോയതെന്ന് പറയണ്ട എന്നാ ഇവര് പറയുന്നത്. എങ്കിൽ പിന്നെ പറഞ്ഞേക്കാം. എന്താ രണ്ടുപേരും കൂടി നിന്ന് നാടകം കളിക്കുകയാണോ? സത്യം പറയടി. ഇത് നാടകമല്ല അമ്മേ, മൈമിങ് ആണ്. ചേച്ചി, പൊറോട്ട നാടകം. പൊറോട്ട അല്ലടി, പൊറാട്ടു നാടകം. പൊറോട്ടയും പത്തിരിയൊന്നും അല്ല, സത്യം ഞാൻ പറയാം. ഇവരെന്നെയും കൂട്ടി ചുറ്റാനൊന്നും പോയതല്ല. ഞാൻ നിർബന്ധിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടുപോയതാ. നീ നിർബന്ധിച്ചാലേ ഇവര് വരേണ്ട കാര്യം? ഇവരുടെ ലോക്കൽ ഗാർഡിയനാ. കോടതി വിധി അതറിയില്ലേ പൊന്നുമക്കൾക്ക്? എടി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.